Hi dear students. അപ്പം നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് മോണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ ആയിരുന്നു അല്ലേ. അതായത് ഇൻപെർഫെക്റ്റ് കോമ്പറ്റീഷനിലെ ഫസ്റ്റ് ഫോം മോണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷനാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ അതിൻ്റെ ഒരു വേസ്റ്റ് സൈഡ് എന്തൊക്കെയാണെന്ന് പറയാം. മോണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ്റെ ഇവിൾസ് അല്ലെങ്കിൽ ലിമിറ്റേഷൻസ് അല്ലെങ്കിൽ വേസ്റ്റ് സൈഡ് എന്തൊക്കെയാണെന്ന് ഒന്ന് ഡിസ്കസ് ചെയ്യാം. നോക്കുക, അതിൽ ആദ്യത്തെ പോയിൻ്റ് പറയുന്നത് അൺയൂസ്ഡ് കപ്പാസിറ്റി എന്താ, അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ നോക്കുക. അണ്ടർ മോണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ എ ഫേംസ് ഇക്വിലിബ്രിയം ഔട്ട്പുട്ട് ഈസ് ലെസ് ദാൻ ഇറ്റ്സ് ഒപ്റ്റിമം ഔട്ട്പുട്ട്, ദസ് ദർ ഈസ് അൺയൂസ്ഡ് കപ്പാസിറ്റി. അപ്പോൾ സാധാരണഗതിയിൽ മോണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷനിൽ ഒരു ഫേമിൻ്റെ ഇക്വിലിബ്രിയം, അതായത് നോ പ്രോഫിറ്റ് നോ ലോസ് സിറ്റുവേഷൻ ആണല്ലോ ഇക്വിലിബ്രിയം എന്ന് പറയാം അല്ലേ. അപ്പോൾ ഒരു മോണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷനിൽ അണ്ടർഗോ ചെയ്യുന്ന ഒരു ഫേമിൻ്റെ ഇക്വിലിബ്രിയം ഔട്ട്പുട്ട് പറയുന്നത് അത് ലെസ് ദാൻ ഒപ്റ്റിമം ഔട്ട്പുട്ടായിരിക്കും. അതായത് ഒരിക്കലും ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്യുന്നുണ്ടാവില്ല, അതിൻ്റെ ആ ഇക്വിലിബ്രിയത്തിൻ്റെ താഴെ ആയിരിക്കും അതിൻ്റെ ഔട്ട്പുട്ട്. അതായത് സാധാരണ രീതിയിൽ ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ നടത്താൻ പറ്റാത്ത ഒരു കോമ്പറ്റീറ്റീവ് സിറ്റുവേഷനാണ് ഈ മോണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ. അപ്പോൾ അവിടെ നമുക്ക് മാക്സിമം നമ്മുടെ ഇൻസ്റ്റോൾഡ് കപ്പാസിറ്റിയിൽ പ്രൊഡ്യൂസ് ചെയ്യാവുന്നതും അത് സോൾഡ് ഔട്ട് ചെയ്ത് പ്രോഫിറ്റ് നേടാവുന്ന ഇക്വിലിബ്രിയം സ്റ്റാൻഡേർഡിൽ ഇന്ന് താഴെയായിരിക്കും അതിൻ്റെ പ്രൊഡക്ഷൻ നടന്നുകൊണ്ട് വരിക. അത് ഈ ഒരു മോണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ്റെ പ്രത്യേകതയാണ്, ബിഹേവിയറാണ്, ക്യാരക്ടറാണെന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പോൾ ആദ്യത്തെ പോയിൻ്റ് പറയുന്നത് അൺയൂസ്ഡ് കപ്പാസിറ്റി. രണ്ടാമത്തെ വേസ്റ്റ് ഓഫ് അഡ്വർടൈസ്മെൻറ്റ്. എവിടെ പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റിഫ് കോമ്പറ്റീറ്റേഴ്സും മൾട്ടി പ്രോഡക്ട്സും ഒരുപാട് പ്രോഡക്റ്റ് ഡിഫറൻഷ്യേറ്റഡ് ആയിട്ടുള്ള ഒരുപാടുണ്ട് അല്ലേ. അപ്പോൾ നോക്കുക, അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ പറയുന്നുണ്ട്. അണ്ടർ മോണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ ഹ്യൂജ് എക്സ്പെൻഡിച്ചർ ഈസ് ഇൻകേർഡ് ഓൺ അഡ്വർടൈസ്മെൻറ്റ് ടു വൂ ദ കസ്റ്റമേഴ്സ്. അതായത് ആൾക്കാരെ നന്നായി അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് എമൗണ്ട് നമ്മൾ അഡ്വർടൈസ്മെൻറ്റ് ആക്ടിവിറ്റീസിൽ ഉപയോഗിക്കുന്നുണ്ട്. ഇറ്റ് ഇമ്പോസസ് ബേർഡൺ ഓൺ കൺസ്യൂമേഴ്സ്. ഇത് കൺസ്യൂമേഴ്സിൻ്റെ മുകളിലൊരു ബേർഡനായി മാറ്റുന്നുണ്ട്. ഇറ്റ് ഓൺലി ഷിഫ്റ്റ്സ് ദ ഡിമാൻഡ് ഫ്രം വൺ പ്രോഡക്റ്റ് ടു അനദർ. അപ്പോൾ എന്താണ് ഈ ഒരു ഒരുപാട് നമ്മൾ ഒരുപാട് എമൗണ്ട് സെയിൽസിൽ അല്ലെങ്കിൽ എക്സ്പെൻഡിച്ചർ ഈ അഡ്വർടൈസ്മെൻറ്റ് എക്സ്പെൻഡിച്ചറിൽ ചിലവാക്കുക കാരണം നമുക്കെന്താണ് ഒരു പ്രോഡക്റ്റിൽ നിന്ന് വേറൊരു പ്രോഡക്റ്റിലേക്ക് അയാൾ സ്വിച്ച് ഓവർ ചെയ്യുക എന്നുള്ളൊരു അഡ്വാൻറ്റേജ് മാത്രമേ കിട്ടുന്നുള്ളൂ. അപ്പോൾ ഒരു അൺനെസസറി വേസ്റ്റേജും ഈ മോണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷനിലുണ്ട് എന്നാണ് പറയുന്നത്. അത് വിത്ത് റിഗാർഡ് ടു അഡ്വർടൈസ്മെൻറ്റ്. ദെൻ അൺഎംപ്ലോയ്മെൻറ്റ്. Under monopolistic competition, the resources are not utilized up to the minimum point of long run average cost curve. This aggregates the problem of unemployment. അതായത് അവിടെ നമ്മൾ പറഞ്ഞു, ഓൾറെഡി ഗ്രാഫ് പറഞ്ഞിരുന്നു. അണ്ടർ മോണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ ദ റിസോഴ്സസ് നോട്ട് യൂട്ടിലൈസ്ഡ്, അതായത് മാക്സിമം യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ് നടക്കില്ല മോണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷനിൽ. അങ്ങനത്തെ സിറ്റുവേഷൻ ആകുമ്പോൾ കുറച്ച് റിസോഴ്സസ് അൺയൂസ്ഡ് ആയിട്ട് വരും. എംപ്ലോയ്മെൻറ്റ് ആ ഒരു പെർട്ടിക്കുലർ റിസോഴ്സ് അൺഎംപ്ലോയിഡ് ആയിട്ട് മാറും. അൺഎംപ്ലോയിഡ് പറഞ്ഞാൽ ഒരു കാര്യത്തിനും ഉപയോഗിക്കാൻ പറ്റാതെ ആവും. ഓക്കെ, അപ്പോൾ അത് ഒരു അഗ്രഗേറ്റ് ദ പ്രോബ്ലം ഓഫ് അൺഎംപ്ലോയ്മെൻറ്റിൻ്റെ ഒരു കാരണമായിട്ടാണ് അത് പറയുന്നത്. ദെൻ ഇൻഎഫിഷ്യൻസി. അണ്ടർ മോണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ ദർ ആർ ലാർജ് നമ്പർ ഓഫ് ഇൻഎഫിഷ്യൻറ്റ് ഫേംസ്. These are not advantageously placed to produce more and reduce their price. They continue their business without leaving space for others. അപ്പോൾ ഒരു ഇൻഎഫിഷ്യൻസി നമ്മൾ ഓൾറെഡി ആദ്യം പറഞ്ഞ പോയിൻറ്റിൻ്റെ ഒരു വേറെ തലങ്ങളാണ് പറയുന്നത്. അൺയൂസ്ഡ് കപ്പാസിറ്റി എന്നുള്ള പോയിൻ്റ് മോണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ്റെ ഒരു വേസ്റ്റ് സൈഡാണ്, ഇവിൾ സൈഡാണെന്ന് പറയുകയാണെന്ന് വെച്ചാൽ അപ്പോൾ അത് നമുക്ക് പറയാൻ പറ്റും എന്താണ്, അവിടെ ഒരു എഫിഷ്യൻസി ഉണ്ടാവില്ല, ഇൻഎഫിഷ്യൻ്റ് ആയിരിക്കും എന്നുള്ളതായിരിക്കും അതിൻ്റെ ഒരു എൻഡ് റിസൾട്ട്. സോ അതും ഇതിൻ്റെ ഒരു വേസ്റ്റ് സൈഡാണ്. ദെൻ കൺസ്യൂമേഴ്സ് ആർ ഹൈപ്പോനോട്ടൈസ്ഡ്. പ്രോഡക്റ്റ് ഡിഫറൻസിയേഷൻ ലൈക്ക് ബ്യൂട്ടി ഈസ് ദ ഐസ് ഓഫ് ദ ബയർ ബൈ ദ വേ ഓഫ് ഡിഫറെൻറ്റ് ബ്രാൻഡ് നെയിംസ്, കളർ, പാക്കേജ്, ബ്യൂട്ടിഫുൾ ഡിസ്പ്ലേ എക്സെട്ര. കൺസ്യൂമേഴ്സ് ആർ ഹൈനോട്ടൈസ്ഡ് ടു ബൈ ഈവൻ ഇൻഫീരിയർ ക്വാളിറ്റി. അതായത് കൺസ്യൂമേഴ്സിന് ഹൈനോട്ടൈസ്ഡ് പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ലാത്ത കാര്യങ്ങൾ ഒരുപാട് പ്രൊജക്റ്റ് ചെയ്ത് പറയുന്ന ഒരു സിറ്റുവേഷൻ നമ്മൾ ഈ ഒരു
കോമ്പറ്റേറ്റീവ് മാർക്കറ്റിൽ കാണാം. കാരണം എന്താണെന്ന് പറയുകയാണെന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞു അഡ്വർടൈസ്മെൻറ്റിന് വേണ്ടി തന്നെ ഒരുപാട് എമൗണ്ട് ചിലവാക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രോഡക്റ്റിൻ്റെ ഡ്രോബാക്സ് എല്ലാം മാറ്റി അത് നല്ലതാണ് എന്നുള്ള രീതിയിൽ ആൾക്കാരിലേക്ക് പ്ലേസ് ചെയ്യുന്ന ഒരു ആക്ടിവിറ്റിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ ഒരു നല്ല കളറോ ഷേപ്പോ ഫ്രാഗ്രൻസോ വെച്ചുകൊണ്ട് ചിലപ്പോൾ ലോ ക്വാളിറ്റി ഗുഡ്സ് പോലും നമുക്ക് അട്രാക്റ്റ് ചെയ്യിക്കുന്ന ഒരു സംഗതി ഈ ഒരു മാർക്കറ്റ് കോമ്പറ്റീഷൻ ഈ ഒരു മാർക്കറ്റ് സിറ്റുവേഷനിൽ നടക്കുന്നുണ്ട്. സോ അതും അതിൻ്റെ ഒരു ഈവിൾ സൈഡായിട്ട് നമുക്ക് പറയാമെന്നാണ് പറയുന്നത്. ഓക്കെ, പിന്നെ നമുക്ക് നോക്കാനുള്ളത് ഡിഫറൻസ് ബിറ്റ്വീൻ മോണോപ്പൊളി ആൻഡ് മോണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷനാണ്. മോണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ നമ്മുടെ ഡിഫറൻസസ് പറയുന്നുണ്ട്. അണ്ടർ മോണോപ്പൊളി ദർ ഈസ് ഓൺലി വൺ പ്രൊഡ്യൂസർ ഓർ സെല്ലർ ഓഫ് എ പെർട്ടിക്കുലർ കമോഡിറ്റി, ബട്ട് അണ്ടർ മോണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ ദർ ആർ ലാർജ് നമ്പർ ഓഫ് സെല്ലേഴ്സ്. അതായത് പറഞ്ഞു മോണോപ്പൊളിയിൽ ഒരാളെ സിംഗിൾ ബയറും സിംഗിൾ പ്രൊഡ്യൂസറോ സിംഗിൾ മാനുഫാക്ചറോ സിംഗിൾ സെല്ലറോ മാത്രമേ ഉണ്ടാവുകയുള്ളൂ മോണോപ്പൊളിയിൽ. പക്ഷേ മോണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ അങ്ങനെയല്ല, ലാർജ് നമ്പർ ഓഫ് സെല്ലേഴ്സ് ഉണ്ടാവും. പിന്നെ പറയുന്നത് അണ്ടർ മോണോപ്പൊളി ദ ക്വസ്റ്റ്യൻ ഓഫ് പ്രോഡക്റ്റ് ഡിഫറൻസിയേഷൻ ഡസ് നോട്ട് അറൈസ്. അതായത് മോണോപ്പൊളിയിൽ പ്രോഡക്റ്റ് ഡിഫറൻസിയേഷൻ പറഞ്ഞൊരു സംഗതി ഉദിക്കുന്നേ ഇല്ല. പക്ഷേ മോണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷനിൽ പ്രോഡക്റ്റ് ഡിഫറൻസിയേഷൻ ഉണ്ട്. പിന്നെ തേർഡ് വൺ പറയുന്നു അണ്ടർ മോണോപ്പൊളി ദർ ഈസ് നോ കോമ്പറ്റീഷൻ, ബട്ട് അണ്ടർ മോണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ ദർ ഈസ് സം ഡിഗ്രി ഓഫ് കോമ്പറ്റീഷൻ. മോണോപ്പൊളിയിൽ കോമ്പറ്റീറ്റേഴ്സ് ആരുമില്ല, കാരണം സിംഗിൾ പ്രൊഡ്യൂസേഴ്സാണ്. പക്ഷേ മോണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷനിൽ അങ്ങനെയല്ല, കുറച്ച് ഒരു ഡിഗ്രി ഓഫ് കോമ്പറ്റീഷൻ മോണോപ്പൊളീനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കൂടുതലാണ് മോണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷനിൽ. പിന്നെ അണ്ടർ മോണോപ്പൊളി ന്യൂ ഫോംസ് കനോട്ട് എൻ്റർ ഇൻ ടു ദ മാർക്കറ്റ് ഈസിലി, ബൈ അണ്ടർ മോണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ ന്യൂ ഫോംസ് ക്യാൻ എൻ്റർ ഇൻ ടു ദ മാർക്കറ്റ് ആൻഡ് എക്സിസ്റ്റിംഗ് ഫേംസ് ക്യാൻ ഹാവ് ദ മാർക്കറ്റ്. അപ്പോൾ മോണോപ്പൊളിയിൽ പുതിയ ഫേംസിന് എൻട്രി ചെയ്യാൻ പറ്റില്ല അല്ലേ, ഒരു ഈസി എൻട്രി അല്ല മോണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷനിൽ. പക്ഷേ മോണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷനിൽ എന്താണ്, ഫ്രീ എൻട്രി ആൻഡ് എക്സിറ്റ് ആണ്. പിന്നെ അണ്ടർ മോണോപ്പൊളി ദ ഡിമാൻഡ് ഓഫ് ദ പ്രോഡക്റ്റ് ഈസ് ലെസ് ഇലാസ്റ്റിക് ബിക്കോസ് ദർ ഇസ് നോ ക്ലോസ് സബ്സ്റ്റിറ്റ്യൂട്ട്. അണ്ടർ മോണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ ഡിമാൻഡ് ഓഫ് ദ പ്രോഡക്റ്റ് ഈസ് ഇലാസ്റ്റിക് ബിക്കോസ് ദർ ആർ സം ക്ലോസ് സബ്സ്റ്റിറ്റ്യൂട്ട്സ്. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് പ്രോഡക്ട്സ് ഇല്ലാത്ത കാരണം മോണോപ്പൊളിയിൽ പ്രോഡക്റ്റിനുള്ള ഡിമാൻഡ് ഇന്നെലാസ്റ്റിക് ആണ്. ഓക്കെ, അല്ലെങ്കിൽ ലെസ് എലാസ്റ്റിക് ആണെന്ന് പറയാം. പക്ഷേ നേരെ അതിൻ്റെ ഓപ്പോസിറ്റ് ആണ് ഇവിടെ പറയുന്നത്. മോണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷനിൽ എന്താണ്, പ്രോഡക്ട്സിന് ക്ലോസ് ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട്സ് ഉള്ള കാരണം ഇവിടെ ഇലാസ്റ്റിക് ആണ്, ഡിമാൻഡ് കൂടിയും കുറഞ്ഞും എപ്പോഴും ഇരിക്കും. Then under monopoly selling cost have no role to pay. On the other hand under monopolistic competition selling cost have an important role. അപ്പോൾ മോണോപ്പൊളി കോമ്പറ്റീഷനിൽ സെല്ലിംഗ് കോസ്റ്റിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നില്ല, കാരണം എന്ത് കോസ്റ്റ് ആയാലും വാങ്ങാൻ റെഡി ആയിട്ടുള്ള കസ്റ്റമേഴ്സ് ആയിരിക്കും. പക്ഷേ മോണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ അങ്ങനെയല്ല, നമ്മൾ സെല്ലിംഗ് കോസ്റ്റ് ഒരു വലിയ കൺസേൺ തന്നെയാണ്. സെല്ലിംഗ് കോസ്റ്റ് കൂടിക്കഴിഞ്ഞാൽ അത് നാച്ചുറലി നമ്മുടെ പ്രൈസ് കൂടും, പ്രൈസ് കൂടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഡിമാൻഡിനെ അത് ബാധിക്കും. സോ അതാണ് 6 ഡിഫറൻസസ് പറയുന്നത്, ഡിഫറൻസ് ബിറ്റ്വീൻ മോണോപ്പൊളി ആൻഡ് മോണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ. ഓക്കെ.